തണുപ്പുണ്ടല്ലേ? സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങോട്ടാ പോടെ? ആ ഓണറെ കൂടി വിളിച്ചൂടായിരുന്ന? എന്തിന്? എടി താക്കോലെന്നില്ലേ? അതുപോലെ ഒരു ദിവസം 5000 രൂപയല്ലേ ഉള്ളൂ, നഷ്ടമൊന്നുമില്ലല്ലോ. നല്ല ഉഗ്ര വീടല്ലേ? പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ എന്താ നഷ്ടം? ഇഷ്ടം മുഴുവൻ എനിക്കല്ലേ. ഇത് ഇന്നലത്തെ വീട് പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് പേടിയാവണ്ടേ? പോടാ, ഈ വീട് കണ്ടറിഞ്ഞു. ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഒരു പ്രശ്നമില്ല വീട്. ആ മരത്തിൽ തൂങ്ങി കിടക്കുന്ന എന്തുവാ? സപ്പോർട്ടാ സപ്പോർട്ടാ. അയ്യേ, അത് സപ്പോർട്ടൊന്നുമല്ല, സവർജിലി. സവർജിലി സപ്പോർട്ടാ. പാവങ്ങൾ ആപ്പിൾ എന്നാണ് പറയണ. കേറി പറയടാ, കേറി പറ. പറിക്കാ കേശോടാ. ഒരു സവർജിലി കണ്ടപ്പോഴത്തേക്കും ബാഗും വേണ്ട, ഒന്നും വേണ്ട. ബാക്കി പറഞ്ഞ പിന്നെ വടി എന്തിനാ പറഞ്ഞ പോലെ ബാക്കി ബാഗ് എടുക്കടാ. അതെ, അധികം സമയങ്ങളായില്ല. സാധനങ്ങളൊക്കെ അകത്തോണ്ട് വെച്ചിട്ട് പെട്ടെന്ന് ഫ്രഷ് ആവണം. എനിക്ക് ഫ്രഷ് ഒന്നും ആവണ്ട കേട്ടോ. അത് കയറി പിടിച്ചണ്ട. ഇവക്ക് കുളിക്കാൻ മടിയടാ. ഇവക്ക് മടി. ഇവിടെ ഇന്ന് തണുത്തളത്ത് മുക്കി എടുക്കണം. ഒന്ന് അടങ്ങിയിരിക്കും പാലു. തണുപ്പായാലും മഴയായാലും വെയിലായാലും ശരി, അടങ്ങിയിരിക്കൂല. പാടിയെടുത്ത് നീ പെട്ടെന്ന് ഇറങ്ങ്. എവിടെ പോവാൻ? എവിടെ പോവാൻ? പിന്നെ എന്തിനു വന്നത്? എനിക്ക് ഒരുപാട് സ്ഥലം കാണാണ്ടെന്ന്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറയില്ല എനിക്ക് തലവേദന എടുക്കണം. 2 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണം. കാറി കയറിയപ്പോ മോദി തുടങ്ങിയ തലവേദന. നിനക്ക് എന്താണ് തലവേദന? ആരെയും കൂടെ ചെയ്ത് വെച്ചാ തീർന്നില്ല തലവേദന ഇതുവരെ. കാശ് കൊടുക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണ്ടേ? ഇന്നലെ രാത്രി ഒരു പോലെ കണ്ണടക്കം നിന്നെ സംഭവിച്ചിട്ടില്ല. കണ്ണടച്ചാൽ മുനിയാണ്ടി വന്ന് ഞെക്കും പോലും. അതാകുമ്പോ സത്യമാണ്. നമ്മൾ ഒരു ദിവസം കൂടി അവിടെ കിടന്നിരുന്നെങ്കിൽ തല വേറെ ഉടല് വേറെ തല വേറെ. ഞാൻ മനസ്സൊന്ന് കൺട്രോൾ ചെയ്ത് വന്നിരിക്കുമ്പോഴാണ് തല വേറെ ഉടല് വേറെ. ഞാൻ 2 മണിക്കൂർ ഒന്ന് കിടക്കട്ടെ, എന്നെ വെറുതെ വിട്. എവളെ വല്ല സൂയിസൈഡ് പോയിന്റ് കൊണ്ട് തള്ളണം. അവിടെ കിടക്കട്ടെ. എന്തമ്മാ എന്ത് പറഞ്ഞാലും ശരി, എനിക്കൊന്ന് കിടന്നേ പറ്റുള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം. അച്ഛാ, നമുക്ക് തിരിച്ചു പോകുമ്പോൾ അവനെ കൊണ്ടുപോകണ്ടോ? ഇവിടെ തന്നെ ഇട്ടിട്ട് വേണ്ട. തിരിച്ചുവരുമ്പോ എന്നെ പ്രായത്തെ കാണാൻ പറ്റും. അച്ഛാ അച്ഛാ, അമ്മ കിടന്നു പോക്കാണ്. എങ്ങനെയെങ്കിലും കുത്തിളക്കി കൊണ്ടുപോവാ. വാട ഒരു 10 മിനിറ്റ് കഴിയിട്ട് നീ പാടുന്നത്. കൊടക്കാനല്ല അമ്മ, എങ്ങനെയെങ്കിലും എന്റെ അമ്മയുടെ മനസ്സൊന്ന് മാറ്റിയാൽ മതി. ഒരമ്മ വിചാരിച്ചാലും മാറൂല, അതാണ് മനസ്സ്. ഞാൻ അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ നോക്കി തരാം. ഇവിടെ അച്ഛനും താവപ്പാടെ തണുത്ത് മരവിച്ചിരിക്കുന്നു. അങ്ങോട്ടോ അല്ലേ? ഞാൻ ഫസ്റ്റ് നീലം പടവലം പടവലം. ഒന്ന് പോയ ബാബു, ശല്യപ്പെടുത്താതെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ശല്യപ്പെടുത്താൻ ഞാൻ എവിടെയും വരില്ലട്ടാ. തലവേദന കുറവുണ്ടാ? കൂടുതലാ. കിടന്നാ കൂടും. വാ എണീക്ക്, നമുക്ക് പുറത്തോട്ടൊക്കെ പോയി കറങ്ങാം. വാ അമ്മ എണീക്കമ്മ പ്ലീസ്. അമ്മ പോലെച്ചു, നീ പോയി ആദ്യം കുളിക്ക് ചെല്ല്. കണ്ട പിള്ളേരെ ആകെ മൂടൗട്ടായി. നീ ഒരു കാര്യം ചെയ്യ്, എണീറ്റ് അടുക്കള ചെന്ന് ഒരു കട്ടൻ ചായ ഇട്. അത് കുടിക്കുമ്പോൾ ഫ്രഷ് ആവും. നിന്റെ തലവേദനയൊക്കെ പമ്പാടാക്കും. വാ എണീ, വാ വാ. അമ്മ ഒന്ന് എണീക്കാൻ നോക്കണ്ടോ? അല്ല വയ്യാത്തല്ലേ, എണീക്കാൻ ശ്രമിച്ചാ മതി. നീലു എടാ, റൂമിലേക്ക് പോയ നിങ്ങള് ചെല്ല്. പോ, റൂമിലേക്ക് പോ. നീലു നീലു നീ കുതിര കയറിയിട്ടുണ്ടാ? സാധാരണ എന്റെ നേരെയല്ലേ നീ കുതിര കയറാറ്. എണീക്ക്, വാ പോവാ, കുതിര കയറാൻ വാ. പോയ കുറെ നേരം പറഞ്ഞു കിടക്കട്ടെ എന്ന്. മനസ്സിലാവില്ല മലയാളത്തിൽ പറഞ്ഞ. മക്കളെ, അച്ഛൻ മര്യാദയ്ക്കുള്ള മലയാള ഭാഷയിലൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലാവണില്ല. ഈ കാലഘട്ടത്തില് മര്യാദയ്ക്ക് യാതൊരു സ്ഥാനമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ വഴി നോക്കണം. എങ്ങനെ എങ്ങനെ? വിഷ്ണു, ലച്ചു, മക്കളെ പൊക്കടാളെ. ഇനി ബാക്കി നമ്മൾ വിളിച്ചോളൂ. അമ്മ അച്ഛാ, ആദ്യം നമുക്ക് സൈക്ലിംഗ് ചെയ്യാം, എന്നിട്ട് മതി കുതിര. ഇല്ല, ഫസ്റ്റ് നമുക്ക് സൂയിസൈഡ് പോയിന്റിൽ പോവാം. കൺഫ്യൂഷൻ ആകരുത്. അച്ഛന്മാരേക്ക് വണ്ടി തന്നെ പോന്നാ പോലെ. പിന്നെ ഞാൻ സമയം വണ്ടി കയറിയാൽ മതി. എടി നടക്കിട്ട് കുറച്ച് ആരോഗ്യം കിട്ടും. വണ്ടി കയറിയൊന്നും കാണാൻ പറ്റൂല.
മടിച്ചു പെറുക്കി അതൊക്കെ നോക്ക്. ആ അച്ഛാ ദേ കുതിര. എവിടെ ദോ കുതിര. ഹായ്. കുതിരപ്പുറത്ത് കയറാം നമുക്ക്. ഇതില് കുതിര കയറണോ? കയറാം. தம்பி இந்த குதிரைக்கு என்ன ரெண்ட் இங்க ரவுண்ட் அடிக்கிறதுக்கு 1 ஹவருக்கு வந்து 500 ரூபாய். அப்போ 100 ரூபா போதும். பரவாயில்ல பரவாயில்ல நீலு കേറാം കേറാം. അയ്യോ എനിക്ക് പേടി. നിനക്ക് പേടി? നീയല്ലേ പറഞ്ഞത് കുതിരയെ കാരണമൊന്നും. അല്ല അത് അടുത്ത് കണ്ടപ്പോ എനിക്കൊരു പേടി. തന്നെയല്ല ഞാൻ കയറിയിരിക്കുമ്പോ ചിലപ്പോ കുതിര എങ്ങോട്ടെങ്കിലും പോയാലോ എന്നെ കൊണ്ട്. ഞാൻ രക്ഷപ്പെട്ട്. നീ പറഞ്ഞിട്ടില്ലേ വന്ന കുതിര കണ്ടാ കാരണം കയറുന്നത്? ഇപ്പൊ എന്ത്? നീ കയറ്. ഞാനാ? എന്നാ ഞാൻ കയറാം. ഞാൻ കയറാം. കയറാം. தம்பி இந்த வெள்ளை குதிரை இல்லையா? வெள்ளை குதிரைனா பெயிண்ட் அடிச்சுக்கலாம் சேட்டா. தமாஷா தமாஷா அதுக்கெல்லாம் ஞாபகம். கேரளுக்கு முன்னாடி நான் ஒன்று தடவும். தடவை போட்டோ எடுத்தோன்னே தடவை பரவாயில்லையே தடவை നിക്ക് ഒരു സെക്കൻഡ്. ഫോൺ എടുക്ക്. ഇവിടെ തരാ ഫോട്ടോ. ഇവിടെ കാറ് മറിക്കാം. ആ കുതിര കൊഞ്ചാം നില്ലാം പറ. ജയന കൊടകയറി ചാടി ജയൻ. തമ്പി ഓരോരുത്തരായിട്ട് ഏറ്റ്. നീലു നീയും ശിവയും കൂടെ അയൽക്കാറ്, ഞാനും കേശു കൂടെ അയൽക്കാറാ. നിങ്ങൾ പിന്നാടി വാങ്ങോ. പകുതി വെച്ച് കയറ്റണം. தம்பி என்ன கும்மனை குதிச்சு டைவ் அடிச்சு காரணமா இல்ல கருக்கணுமா? கால் வச்சு கால் வச்சு காரணமா? മലന്നടിച്ച് വീഴാട്ടോ. കുത്തി താഴത്തെ തൊട്ടൊക്കെ തൊഴണ്. ഞങ്ങൾ കേറട്ടെ. பயம் எனக்கு இல்ல. நல்ல கண்டிஷன் தானே? நல்ல கண்டிஷன். சர்வீஸ் செய்யுது. காலு பொங்காது. இப்படி தாத்த பிடிச்சு காட்டுறா. இல்ல எனக்கு ஏற முடியாது. அது மாதிரி ஏற முடியாது. ஏற முடியுமா? ബസ് അതായത് അവിടെ കൊണ്ട് തപ്പ ഞാൻ കയറാം. റബ്ബിയാ തിട്ട വാക്കി കൊണ്ട് ഇത്ര പ്രാവശ്യം പറഞ്ഞു. അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ബാഗോട്ട് വാ ബാഗോട്ട് വാ. അയ്യോ കുതിച്ച് இப்படி வா இப்படி இங்கோட்டு இப்போ கரெக்டா இருக்கு வா. ചവിട്ടും. തലയ്ക്ക് ആളാസം വേണോടാ. ഇനി കേട്ടിട്ടുണ്ടേ ചെല്ലടാ. അപ്പുറത്തോട്ട് പോട്ടെ. നേരത്തെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നാടാ. എന്ത് കുതിച്ച് കേറുന്നൊക്കെയല്ല പറഞ്ഞത്. അച്ഛാ അങ്ങോട്ട് നീ. ദേവാ കുതിര കേശു സൂക്ഷിച്ചേ. വാങ്ങോ. ആ ജയനൊക്കെ സമ്മതിക്കണോടെ. അമ്മോ ജയ നിക്ക് എന്നെ അമ്മ ശിവത്തെ കണ്ടതാ. അയ്യോ തമ്പി ഫസ്റ്റ് കയറി പോയത് കേട്ടാ. ഫസ്റ്റ് അമ്മ കേറി. അവൻ പിന്നെ ഇറങ്ങിയിരി. വേണ്ട അതൊന്നും വേണ്ട. വെക്കുമ്പോ അതിന്റെ കാല് പോയിട്ടോ അവിടെ. അല്ല അവിടെ ഇവിടെ നിന്ന് കാല് വെക്കണ്ടേ? കാല് പോയി. ഓക്കെ വീഴുവോ? എവിടെ പിടിക്കണ്ടേ? പിടിച്ചേക്ക്. ഇവിടെ ഇവിടെ പൊന്നുങ്കട്ടയാണെന്നാലും കണ്ണു കൊണ്ടാൽ മുറിഞ്ഞു പോകും. പൊന്നു സൂചിയാണെന്നാലും കണ്ണു കൊണ്ടാൽ മുറിഞ്ഞു പോകും. കന്നിപ്പെണ്ണേ പൊങ്ങി മാനമുട്ടല്ലേ കന്നിപ്പെണ്ണേ. തമ്പി അടുത്തടുത്ത് വേണ്ട, കുറച്ച് അകത്തി വിട്. പേടിയല്ലേ? ഈ കുതിര എന്തോന്നും കഴിച്ചില്ലേ? ഇതിലിപ്പോ നടന്നു പോവായിരുന്നു കേട്ടാ. നമ്മള് പറഞ്ഞ ടൂറ് പറഞ്ഞില്ലേ? എന്റെ അമ്മ എത്ര പ്രാവശ്യം ടൂറ് വന്നു. പൈസ എവിടുന്നാ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്? പൈസ കൊടുത്തോണേ. തമ്പിയാ? നിന്റെ തമ്പിയാണോ അത്? അണ്ണേന്ന് വിളിക്കുന്നു. കാരണോ? ആ ശരി ശരി. തമ്പി എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി നിർത്ത്. ഓ അച്ഛനെ ഇറങ്ങാൻ അറിയാലോ. ഇറങ്ങി അപ്പടി ഇറങ്ങി. പിടിച്ചോ തറയിട്ട് പൊട്ടിക്കല്ലേ. വേറെ സാധനമാണ്. വെയിറ്റ് കൊഞ്ചം കുഴപ്പമില്ല കേട്ടോ. ആഹാരം ഒന്ന് കഴിക്കുക അധികം. പണ്ട് നെയ്യാറ്റിങ്ങനെ ഉണ്ടായിരുന്നപ്പോഴേ നെയ്യാറ്റിങ്ങനെ ഇവിടെ എടുക്കൂല. വെള്ളക്കുതിര. ഈ കുതിരയുടെ പേരെന്തൊന്നു? അജയ്. ജയൻ നടത്തുന്നത് നമ്മളെ നാട്ടിലെ ഹീറോ ആണ്.
ഇത് മാക്സ്. ഇത് മാക്സ്. മാക്സ് മുളർ. കവിയുണ്ട് കവി. മാച്ച് മോളോ? ആ അച്ഛാ കുതിര സവാരിയൊക്കെ കഴിഞ്ഞു, ഇനി സൈക്കിളിൽ കേറ്റാതിരുന്നാലാണ്. സൈക്കിളിലെ കേട്ടടേ ആദ്യം അതിന്റെ പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങും. கொஞ்சம் ஸ்பீட்ல போங்கண்ண. கொஞ்சம் கூட സ്പീഡ്. ചെറിയ സ്പീഡ്. അടിപൊളിയായിരുന്നു. ഇതെന്റെ സ്ഥലം. അയ്യോ അച്ഛാ കുരങ്ങൻ. ഈ കുതിരക്കാരൻ നടുവടിഞ്ഞു. ഓ എനിക്ക് മതിയായി കുതിരപ്പുറത്ത് കയറി. ഇനി മേലെ കയറൂല്ലോ ഞാൻ. അച്ഛാ നമുക്ക് ഇനി ഒരു ദിവസം കൂടെ പറഞ്ഞേ, എന്നിട്ട് എനിക്ക് കുതിര പഠിക്കണം. കുതിര സവാരി. കുതിര പഠിക്കണോ? കുതിര സവാരി കുതിര പഠിക്കണം. സവാരി പഠിക്കണം. മക്കളെ നമുക്ക് രണ്ടുപേർക്ക് മാത്രം വരാം. ഈറ്റങ്ങൾ ഒറ്റ എണ്ണം കൊണ്ടുവരും. ആ ഫോൺ ഇതാര്? ഒന്നാ റോമിങ് എടുക്കട്ടെ. എടുക്ക്. ஹலோ தொக்கலி மாமா. அடங்க அப்பா மாமா, நான் உங்க ஊரு பக்கத்துல இருக்கேன். ஆமா கொடைக்கானல். திரும்பி எப்ப வருவா? ஐயோ தொக்கலி மாமா உங்க மதுரை செல்லாம் விളിക്കുന്നു. மாமா வர முடியாது. நம்மள சம்சாரம் வர பிரச்சனை. அவருக்கு யாரையும் பிடிக்காது. மாமா கணக்கு எங்க இருக்கு? ஐயோ இல்லையா? எங்க போயிடுச்சு? மாமா வருங்க சொல்லு கேட்டா நான் என்ன செல்லாம் கனகம். கணக்க ஓகே மாமா. சௌக்கியமா? நான் கண்டிப்பா வரேன். நான் ஒற்றைக்கு வரேன், தனியா வரேன். எல்லாரும் பாக்குறேன். கணக்கு வரும்போது சொல்லு, நான் பிளவுஸ் பீஸ் வாங்கி கொண்டு வரேன் சொல்லு. நல்ல வாசனை சோப்பு. പാവം കനകടി പാവം. നിലു മധുരേ പോവാടി. തന്നെ പോയാ മതി. ATM കാർഡിലെ പൈസ തരും മുമ്പ് വീട്ടിലെത്താൻ നോക്ക്, അല്ലെ ഇവിടെ കിടക്കണ്ടേ വരും. പൈസ കാര്യം കണ്ടോ? അച്ഛാ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ വേട്ടോ. ഓ ചവിട്ടാടേ. ശിവ മക്കളെ, ശിവ കൊച്ചെവിടെ പോയിട്ട് ഒരിടത്തും കാണാനില്ല. നിങ്ങൾ മുന്നേ പോയപ്പോ അവള് പുറകെ വന്നല്ലായിരുന്നു. മൂന്ന് പോയി പറയാൻ വന്നു. മുടിയാ കൊച്ചവറ. നിങ്ങളൊപ്പം വന്നിട്ടുണ്ടായിരുന്നല്ല. ഒപ്പ വന്നിട്ടായിരുന്നില്ല. നീ കിടന്ന് കരയാതെ. കേശു മക്കളെ എവിടെ? ശിവ എവിടെ? അറിയത്തില്ല. കൊച്ചു പേര് നോക്കി കൂടെ വരുമ്പോ നോക്കണ്ട, ശ്രദ്ധിക്കട്ടാ. മരത്തലയാ ഒന്ന് പോയി അന്വേഷിക്കാം എവിടെയെങ്കിലും ഒന്ന്. ഞാൻ ഇനി അന്വേഷിക്കടേ. അവളെ നിന്നോട് അവസാനം കണ്ട എവിടെ? ലാസ്റ്റ് ആ വളവ് വെച്ച കണ്ടോ? നോക്കിക്കൂടാ കൊച്ചിനെ, ശ്രദ്ധിച്ചുകൂടാ നിനക്ക്. ഞാൻ ഒരു കാര്യം, ഞാൻ പോയി നോക്കിട്ട് വരാം. പെട്ടെന്ന് ആവട്ടെ എന്തെങ്കിലും. അമ്മ നോക്കിക്കോടാ. ഞാൻ വരണ്ട അച്ഛാ, ഞാൻ വരണ്ട. നീ വായ വിളിച്ചിരിക്കാതെ നോക്കണില്ല കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് തൊലച്ചായി. കൊച്ചിനെ നോക്കണ നിനക്ക് നോക്കട്ടെ കൊച്ചിനെ. കരയണ്ടമ്മ. അച്ഛൻ കൊച്ചിനെ കൊണ്ടുവരുമ്മ. നീ ഒന്ന് പോയി നോക്കി. അച്ഛനെയും കാണില്ല, കൊച്ചിനെയും കാണില്ല. അച്ഛൻ ഇതുവരെ വിളിച്ചത് പോലുമില്ല. ഒന്ന് പോയി നോക്കണേ എവിടെ. ഞാൻ ഇവിടെ എവിടെ പോയി നോക്കാനാ? എനിക്ക് ഇവിടുത്തെ സ്ഥലം ഒന്നും അറിയത്തില്ല. ഇപ്പഴേ പോവാണ്. കൊച്ചിനെ കണ്ടില്ലേ? എവിടെ പോയാണ്? നോക്കാത്തത്ര ഇവിടെ അത്ര നോക്കി നോക്കി കണ്ടില്ല. പോടാ നോക്കിക്കോളെ. ശിവ എവിടെയത്? അച്ഛൻ കരയണ്ട അച്ഛാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. നിങ്ങൾ കുടിച്ചിട്ടുണ്ടാ? പിന്നെ കുടിക്കാതെ നിന്തി പൊട്ടത് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ കുടിച്ച വിഷം കുടിച്ചതാ. നല്ല അച്ഛനാ നിങ്ങളാ. കൊച്ചിനെ നോക്കാടാൻ പോയിട്ട് കൊച്ചുമില്ല അച്ഛനുമില്ല. കുടിച്ചിട്ട് വന്നേക്കണ്. താങ്ങാൻ പറ്റില്ല, വിഷമോ താങ്ങാൻ പറ്റില്ല. ശിവ ഞാൻ ഇപ്പൊ പോയി പോയി ചാവ്. കൊച്ചിനെ വിളിക്കാൻ വേണ്ടി കുടിച്ച് മൂസായി വന്നേക്കും. ഉറപ്പാണ് ഞാൻ ചാവും. പോയി ചാവ്, അതാ നല്ലത്. ഗുഡ് ബൈ. ഗുഡ് ബൈ. എന്താ പോണില്ലേ? പോണേ അവിടുന്ന് പോ.
നീ നോക്കിയോ ഞാൻ ഇപ്പൊ ചാവും. ഈ കുറെ താഴ്വാറ എന്റെ പ്രധാന കാറ്റെടുത്തോളൂ നോക്കിയോ. എന്തോ അച്ഛാ ഓട്ടടാ പോയി ചാവട്ടെ. എന്തൊരു സ്നേഹം നോക്കിയാ കൊച്ചിനോട്. എടാ ഓടി ചാടാ, ദേ പോണു ചാടാൻ. ചെല്ലി. അച്ഛാ പാലു. അച്ഛാ അച്ഛാ ഇപ്പൊ ചാവും. ഞാൻ ഇപ്പൊ ചാവും. ഇപ്പൊ ചാവും. ഇപ്പൊ ചാവും. ഞാൻ ജീവിച്ചിരിക്കൂല. ഞാൻ ജീവിച്ചിരിക്കൂല. എന്നെ വിട്. എന്നെ വിട്. എന്നെ വിട്. ഞാൻ ഇപ്പൊ ചാവും. എന്നെ ജീവ. എന്നെ മോളെ എനിക്ക് കാണണം. എന്നെ മോളെ എനിക്ക് കാണണം. എനിക്ക് എന്നെ മോളെ കാണണം. അയ്യോ ശിവ. അയ്യോ, എവിടെ പോയിരുന്നു മോളെ? അല്ലേ അല്ലേ എവിടെ നിന്ന് കിടച്ചത്? എവിടെ നിന്ന് കിടച്ചത്? താങ്ക്സ് അല്ലേ, താങ്ക്സ് അല്ലേ. ഇല്ല പോ. എവിടെയാണോ? അതെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ പിന്നാലെ വന്നതാ. പക്ഷെ അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു, ഞാനത് കണ്ടില്ല, വഴി തെറ്റിപ്പോയി. അപ്പൊ ഈ അങ്ങള് ചേട്ടൻ അവിടെ ഇരിക്കണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ. എന്റെ അച്ഛനും അമ്മയും അയ്യോ അങ്ങനെ ദൈവം കാപ്പാത്തും. അപ്പൊ എന്നെ ഒന്ന് കൊണ്ടുപോയി. എപ്പടി എന്തായാലും മതി. അതെ എന്റെ മക്കളെ എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യെങ്കിലും. അയ്യോ മക്കളെല്ലാവരും എന്നെ കെട്ടിപ്പിടി. മക്കളെല്ലാവരും കെട്ടിപ്പിടി. അച്ഛനെ കെട്ടിപ്പിടി. കള്ളും കുടിച്ചോണ്ട് വന്നേക്കണേ. വാ വാ, നമുക്ക് അവിടെ കിടക്കട്ടെ. വാ. ഇടി ഒരു കാര്യം ഞാൻ പറയാം. എന്നെ നീ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കണ്ട. ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നില്ല. ഞാൻ കൂടെ വരും. ദേ അവിടെ വന്നിട്ട് പുറത്ത് കിടന്നാൽ മതി. നേരം വിളിക്കോളാം. പുറത്തിറങ്ങി ചത്തു. അവിടെ കിടന്ന് ചാവനെ വിചാരിക്കും. അവിടെ കിടന്ന് ചാവട്ടെ. ഇടാ വന്നിട്ട് ഇങ്ങോട്ട്. ശിവാരുമ്പന്താടി കിമ്മ. ശിവാരുമ്പന്താടി. Yeah.